അനുഭവം അമീറ. എനിക്കിപ്പോൾ 20 വയസ്സാണ്. പെരിന്തൽമണ്ണയാണ് സ്ഥലം. ഈ സംഭവം നടന്നത് ഏകദേശം 4 കൊല്ലം മുൻപ്. ഞങ്ങളുടെ വീട് ഒരു കോളനിയിലാണ്. ഞങ്ങളുടെ വീടിനപ്പുറത്ത് ഒരു കാടാണ്, അതിനപ്പുറം ഖബർസ്ഥാനിയം, ഈ മരിച്ചവരെയൊക്കെ മറവ് ചെയ്യുന്ന സ്ഥലം. അതിന്റെയും കുറച്ച് അപ്പുറത്ത് ചെന്നാൽ ചുടലയാണ്. ഇതൊക്കെ കൊണ്ടാണോ എന്നറിയില്ല, അവിടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനേറെ എന്റെ സുഹൃത്തുക്കൾക്കും അനിയനും അവർക്കൊക്കെയും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ കഥ വീണ്ടും ഒരുപാട് നീളും. ഓക്കെ, ഇനി ഞാൻ എന്റെ കഥ പറയാം. ഞാനും എന്റെ അനിയനും ഒരു റൂമിലാണ് കിടക്കാറ്. ഞങ്ങൾ കിടക്കുന്നതിന് നേരെ നോക്കിയാൽ ഖബർസ്ഥാനിയം കാണാം. അത്രയും അടുത്താണ്. എന്നാൽ ഞങ്ങൾ അങ്ങനെ പേടിച്ചിട്ടൊന്നുമില്ല. കാരണം കുഞ്ഞുനാൾ മുതലേ കാണുന്നതല്ലേ. എങ്കിലും ഒറ്റയ്ക്കൊക്കെ വീട്ടിൽ നിൽക്കാൻ ഒരല്പം പേടിയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. എന്തിനാണെന്ന് പോലും അറിയില്ല. പിന്നെ കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വന്നില്ല. അങ്ങനെ കുറെ നേരത്തിന് ശേഷം ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. അന്നും എനിക്ക് ഉറക്കം വന്നില്ല. കുറെ നേരത്തിന് ശേഷം ഞാൻ ഉറങ്ങി. 3-ാമത്തെ ദിവസവും അതുപോലെ തന്നെ ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് സമയം നോക്കി. കൃത്യം 2:30. ഞാൻ വീണ്ടും കിടന്നു. ഞാനാണ് ചുമരിന്റെ നേരെ കിടക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരു സൈഡ് ചെരിഞ്ഞു കിടന്നാലേ ഉറക്കം വരികയുള്ളൂ. അങ്ങനെ ഞാൻ ചുമരിന്റെ നേരെ ചെരിഞ്ഞു കിടന്നു. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ടാകും. ആരോ കട്ടിലിന്റെ അടിയിൽ നിന്ന് കട്ടിലിന്മേൽ ചെറുതായി കൊട്ടുന്നത് പോലുള്ള ഒരു ശബ്ദം ഞാൻ കേട്ടു. ആദ്യം അത് കാര്യമാക്കിയില്ല. പിന്നെയും അതേ കൊട്ടൽ ശബ്ദം. അപ്പോ ഞാൻ കരുതി അനിയൻ അപ്പുറത്ത് കിടക്കുകയല്ലേ, ഒരുപക്ഷെ അവനായിരിക്കുമെന്ന്. എന്നാൽ ആ ശബ്ദം കൂടിയും കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്റെ അനിയന്റെ പേര് വിളിച്ചു. ഞാൻ അവനെ നോക്കി. ആ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു, ഇത് വെറും തോന്നൽ മാത്രമായിരിക്കുമെന്ന്. പിന്നെ കുറച്ചു നേരത്തേക്ക് അങ്ങനെയുള്ള ഒച്ചയൊന്നും കേട്ടില്ല. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. അന്നത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു. എനിക്കുണ്ടായ ഈ അനുഭവം ഞാൻ ആരോടും പറയാനും നിന്നില്ല. ഇതെന്റെ തോന്നൽ അല്ല എന്ന് എനിക്കറിയാമെങ്കിലും ആരോടും പറയാൻ തോന്നിയില്ല. അങ്ങനെ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ രാത്രി ഞാൻ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റു. അന്നേരം ഞാൻ സമയം നോക്കി. അപ്പോ ഇന്നലത്തെ അതേ സമയം 2:30. അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. ഞാൻ ഇത്രയും ദിവസം രാത്രി പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ടല്ലോ, അത് ഇതേ സമയത്തായിരുന്നു. അന്നേരം എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി. പിന്നെ ഞാൻ കുറെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അങ്ങനെ ഇരുന്നു. എങ്ങനെയെങ്കിലും കിടന്നുറങ്ങാനൊക്കെ ശ്രമിച്ചു. അന്നുറങ്ങിയെങ്കിലും പിറ്റേ ദിവസവും ഇതേ അനുഭവം തന്നെ വന്നു. പിന്നെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരാതെയായി. സാധാരണ ഞാൻ എപ്പോഴും പുതപ്പ് തലയിലൂടെ മൂടിയാണ് കിടക്കാറ്. ഞങ്ങളുടെ അയൽവാസിയുടെ വീട്ടിലെ ലൈറ്റ് എപ്പോഴും ഓണായിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ മുറിയിലേക്കും ചെറിയ ഒരു വെളിച്ചമുണ്ടാകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പുതപ്പ് തലവഴി മൂടിയാണ് കിടക്കാറ്. അന്നും അങ്ങനെ തന്നെ. ഉറക്കം വരാത്തത് കൊണ്ട് തലവഴി ഷീറ്റൊക്കെ മൂടി ഉറങ്ങാനായി ഞാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ അപ്പോഴായിരുന്നു എന്റെ പേര് ആരോ വിളിക്കുന്നത് പോലെ തോന്നി. ഞാൻ എന്റെ പുതപ്പ് മുഖത്തിൽ നിന്നും മാറ്റാതെ തന്നെ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ മൂടിയിരുന്നത് കട്ടി തീരെയില്ലാത്ത ഒരു പുതപ്പായതുകൊണ്ട് തന്നെ പുറത്തുള്ളതൊക്കെ ചെറുതായിട്ടൊന്ന് കാണാം. അങ്ങനെ ഞാൻ എന്റെ പുതപ്പിൽ കണ്ണുകൾ പതിപ്പിച്ച് വളരെ ശ്രദ്ധയോടുകൂടി നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ കിടക്കുന്ന മുറിയിലെ ബാത്റൂമിന് മുന്നിൽ വെള്ള കുപ്പായം ധരിച്ച ഒരാൾ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. അത് ആ ബാത്റൂമിനെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ടത് പുറം ഭാഗമായിരുന്നു. അപ്പോ ഞാൻ കരുതിയത് ഒരുപക്ഷെ ഉമ്മയായിരിക്കും, നിസ്കാര കുപ്പായം ഇട്ടിട്ട് നിൽക്കുന്നതായിരിക്കും എന്ന് കരുതി. പക്ഷെ ഞാൻ ആ കണ്ട രൂപം ഒരല്പം പോലും അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ മുഖത്തിലെ പുതപ്പ് മാറ്റി നോക്കി. അപ്പോഴും അത് അങ്ങനെ തന്നെ അനങ്ങാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉമ്മ എന്ന് വിളിച്ചു. ഒരനക്കവുമില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. ഞാൻ വേഗം പുതപ്പ് തലവഴി ഇട്ടിട്ട് വീണ്ടും അതിനെ നോക്കാൻ തുടങ്ങി. അപ്പോഴും അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു കാര്യം ഉറപ്പായി, അതെന്റെ തോന്നലല്ല. പിന്നീട് എന്റെ കൈയും കാലും ഒന്ന് അനക്കാൻ പോലും പറ്റിയില്ല. എന്റെ ചുണ്ടൊക്കെ വരണ്ട് മൊത്തത്തിൽ ഞാനങ്ങ് വിയർക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 4 മിനിറ്റോളം ഇത് നീണ്ടു നിന്നു. പിന്നെ ഞാൻ നോക്കി നിൽക്കെ അത് പെട്ടെന്ന് മാഞ്ഞു പോവുകയും ചെയ്തു. എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അത് പോയതിനു ശേഷമായിരുന്നു എനിക്കൊന്ന് ശ്വാസം നേരെ എടുക്കാൻ സാധിച്ചത്. ഞാൻ വേഗം അപ്പുറത്തുള്ള എന്റെ ഉമ്മയുടെ മുറിയിലേക്ക് പോയി. ഉമ്മയോട് അപ്പൊ ഒന്നും പറയാൻ നിന്നില്ല. അന്ന് ഉമ്മയുടെ അടുത്ത് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാൻ ഉമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ നിന്റെ തോന്നൽ മാത്രമായിരിക്കും, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, ഞങ്ങൾക്കൊന്നും അങ്ങനെയൊന്നും കണ്ടില്ലല്ലോ, ഞങ്ങളുടെ മുറിയിലൊന്നും അങ്ങനെയൊന്നും വന്നില്ലല്ലോ
ഇതൊക്കെയായിരുന്നു ഉമ്മ പറഞ്ഞത്. എങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉമ്മ ഉപ്പയോടും പറഞ്ഞു. ഉപ്പ പണി കഴിഞ്ഞു വന്നപ്പോൾ ഇതിനെക്കുറിച്ച് എന്നോടും ചോദിച്ചു. എന്തേ ഇന്നലെ ഇജ്ജ് പേടിച്ചല്ലോ, എന്താ സംഭവം എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. അപ്പോ ഉപ്പ പറഞ്ഞത്, അങ്ങനെ പേടിയാവണേൽ ഇവിടെ കിടക്കണ്ട, ഉമ്മാന്റെ കൂടെ കിടന്നോ, മോള് കിടക്കുന്ന മുറിയിൽ ഉപ്പ കിടന്നോളാം എന്ന്. അതിനർത്ഥം ഉപ്പയ്ക്ക് മനസ്സിലായി ഇതെന്റെ തോന്നൽ അല്ല, പിന്നെ ഉമ്മ എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണെന്നും മനസ്സിലായി. എന്തൊക്കെയായാലും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഇതാദ്യമായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു അനുഭവം നിങ്ങളോട് പറയാനായി ഞാൻ എഴുതുമ്പോഴും എനിക്കൊരു ചെറിയ ഭയമുണ്ടായിരുന്നു. അനുഭവം 5. എന്റെ സ്ഥലം കൊല്ലമാണ്. ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്. എനിക്ക് ഹൊറർ മൂവീസ്, സ്റ്റോറീസ് ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിലും എനിക്കങ്ങനെ റിയൽ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഞാൻ എന്റെ BEd കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 1 വർഷം ബെൽഗാമിൽ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അവിടെ സ്കൂൾ ഹോസ്റ്റലിലായിരുന്നു സ്റ്റേ ചെയ്തത്. ബെൽഗാം എന്ന് പറഞ്ഞാലും പ്രോപ്പർ ബെൽഗാം അല്ല, ഒരുപാട് ഉള്ളിലാണ് ഒരു വില്ലേജ്. ഘട്ടപ്രഭ എന്നാണ് ആ വില്ലേജിന്റെ പേര്. എന്റെ കൂടെ വേറെ മലയാളികൾ ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും കന്നഡ ആയിരുന്നു. എനിക്ക് കന്നഡ അറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷിലാണ് അവരോടൊക്കെ സംസാരിക്കുക. ഞങ്ങൾ മൊത്തം 3 ടീച്ചേഴ്സാണ് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്നത്. ബാക്കി 2 പേരും കന്നഡ തന്നെയാണ്. അങ്ങനെ എന്നും രാവിലെ സ്കൂളിൽ പോകും, വൈകുന്നേരം വന്ന് ഫ്രഷ് ആകും, ചായ കുടിക്കും. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ആ ഒരു ജീവിത രീതി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം മുറിയിൽ വന്ന് ഫ്രഷായി ചായയൊക്കെ കുടിച്ച് വെറുതെ ടെറസിൽ ഒന്ന് പോയിരുന്നു. സത്യത്തിൽ ഈ ടെറസ് നല്ല ഭംഗിയാണ്, പിന്നെ അവിടെ നിന്നാൽ ആ മുഴുവൻ വില്ലേജിനെയും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചുമ്മാ വൈകുന്നേരം കുറച്ചു ടൈം സ്പെൻഡ് ചെയ്യാനായി കൂട്ടമായി സ്റ്റുഡൻസ് ഒക്കെ അവിടെ പോയി നിൽക്കുന്നത് ഒരു പതിവായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് 2nd ഫ്ലോറിലാണ്. 3rd ഫ്ലോറിൽ മോർണിംഗ് ക്ലാസ് ഉണ്ട്, ഈവനിങ് അവിടെ ഒഴിഞ്ഞു കിടക്കും. അതിന് മുകളിലാണ് ടെറസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഹോസ്റ്റലിൽ അങ്ങനെ അസ്വാഭാവികതയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഒരു ദിവസം വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ പതിവ് പോലെ വെറുതെ ഞാൻ ടെറസിൽ ഒന്ന് പോയി. സ്റ്റുഡൻസ് ഒക്കെ ഹോസ്റ്റൽ റൂമിലാണ്. താഴെയും ഗ്രൗണ്ടിലുമൊക്കെ കുട്ടികൾ കളിച്ചു നടക്കുന്നത് എനിക്ക് നന്നായി കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തില്ല. കാരണം രാത്രി ആയില്ല, നല്ല വെട്ടവും ആൾക്കാരും സ്റ്റുഡൻസും സ്റ്റുഡൻസിന്റെ പാരന്റ്സും ഒക്കെ അങ്ങിങ്ങായി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റെയർ കയറി. എന്നാൽ ടെറസിലേക്കുള്ള ലാസ്റ്റ് സ്റ്റെയർ എത്തിയപ്പോൾ ഭയങ്കരമായ അഗർബത്തി സ്മെല്ലുണ്ടാകാൻ തുടങ്ങി. ഞാനപ്പോ ചിന്തിച്ചു, ഇവിടെ ഇപ്പോ ആരാണ് ഈ സ്റ്റെയറിലൊക്കെ അഗർബത്തി കൊളുത്തി വെക്കാന്? ഒരു 4-5 സ്റ്റെപ്പിന് താഴെ നിൽക്കുമ്പോഴായിരുന്നു എനിക്ക് ഈ സ്മെല്ല് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പിൽ ഈ പ്രശ്നമില്ലായിരുന്നു. പിന്നെയും ഞാൻ ഒന്നുകൂടെ ആ 3-4 സ്റ്റെപ്പ് പോയി. അവിടെ പോയി നിന്നപ്പോൾ പിന്നെയും അതേ സ്മെല്ല് തന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്കപ്പോൾ ശരിക്കും ഒരു ഭയമുള്ള ഒരു തരം കൺഫ്യൂഷനാണ് ഉണ്ടായത്. കാരണം ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒരു ഹൊറർ ഫീലിൽ കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളെ അല്ല. അതുകൊണ്ട് ഞാനതങ്ങ് വിട്ടു. എന്നിട്ട് ഞാൻ ടെറസിലേക്ക് പോയി. എന്നാൽ എനിക്ക് അവിടെ എന്നത്തെയും പോലെ ഒരു റിലാക്സ് ഫീൽ ചെയ്യാൻ സാധിച്ചില്ല. എന്തോ ഒരു ടെൻഷൻ പോലെ, എവിടുന്നൊക്കെയോ വല്ലാത്തൊരു ഭയം. പോരാത്തതിന് താഴേക്ക് പടിയിറങ്ങി പോകാൻ പോലും ഒരു പേടി പോലെ. എനിക്ക് ആദ്യമായാണ് അങ്ങനെ ഒരു അനുഭവം. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു 2 മിനിറ്റ് പോലും നിന്നില്ല. പെട്ടെന്ന് പടി ഓടി ഇറങ്ങി താഴേക്ക് വന്നു. അന്ന് ഫുഡ് കഴിക്കാൻ മെസ്സിൽ പോയപ്പോൾ ഞാൻ എന്റെ കൂടെയുള്ള ടീച്ചറിനോട് ഇക്കാര്യം പറഞ്ഞു. അപ്പോ ടീച്ചർ പറഞ്ഞത് കേട്ട് ഞാൻ ശരിക്കും ഞെട്ടി. അവിടെ ടെറസിൽ അങ്ങനെ ആരും ഒറ്റയ്ക്ക് പോകാറില്ല. അഥവാ പോയാലും കുട്ടികളൊക്കെ 2-3 കൂട്ടമായാണ് പോകാറ്. മാത്രമല്ല ആ ടീച്ചേഴ്സൊക്കെ എപ്പോഴും പറയുമെന്ന്, അഞ്ജു മാമിന് എന്ത് ധൈര്യമാ, ടെറസിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ കണ്ടു എന്നൊക്കെ. കാര്യം ആരും അവിടെ പോയി അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാറില്ല. ഹോസ്റ്റലിനോട് ചേർന്നാണ് റെയിൽവേ ഉള്ളത്. പണ്ട് അവിടെ റെയിൽവേയിൽ ഒരുപാട് പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ അടക്കം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഹോസ്റ്റൽ വെച്ചിരിക്കുന്നിടത്താണ് എന്നും അറിഞ്ഞു. എന്നാൽ അവൾക്ക് ഈ അനുഭവം ഉണ്ടായത് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് കുറച്ചു ദിവസം മുൻപ്. അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന 5ാം ക്ലാസ്സിലെ ഒരു ഗംഗ എന്ന കുട്ടി രാത്രി ഭയങ്കര ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. പിന്നീട് ഈ മുസ്ലിംസ് ഒക്കെ നിസ്കരിക്കുന്നത് പോലെയൊക്കെ ഇരുന്ന് തലയിൽ കൂടി തട്ടമൊക്കെ ഇട്ട് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അവൾ പറയുന്നുണ്ടായിരുന്നു. ആര് പിടിച്ചിട്ടും അവൾ അടങ്ങിയിരുന്നില്ല. പിന്നീട് മാനേജർ സാറൊക്കെ വന്ന് രാത്രി അവളെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. എന്നിട്ടും അവൾ ശരിയായില്ല. പിന്നീട് അവളെ വീട്ടിൽ നിന്നും ആള് വന്ന് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം ഏതോ അമ്പലത്തിലൊക്കെ അവളെ കൊണ്ടുപോയി.
എന്നിട്ടാണ് അവളൊന്ന് നേരെയായത്. പിന്നീടാണ് അവൾ സ്കൂളിലേക്ക് തന്നെ വന്നത്. എനിക്ക് ഈ ഗംഗയെ അറിയാം. ഞാനിപ്പോ അവളെ കാണാറും സംസാരിക്കാറും ഒക്കെയുണ്ട്. ഇതുപോലുള്ള അനുഭവങ്ങൾ വേറെയും കുട്ടികൾക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 3rd ഫ്ലോറിലുള്ള ക്ലാസ്സിൽ പ്രോപ്പറായി കിടക്കുന്ന ബെഞ്ചും ഡെസ്കും ഒക്കെ രാവിലെ കുട്ടികൾ വന്ന് നോക്കുമ്പോ ഇംപ്രോപ്പറായി കിടക്കുന്നത് കുട്ടികൾ കാണാറുണ്ട്. അവർ എന്നും ടീച്ചേഴ്സിനോട് ഇക്കാര്യം വന്ന് പറയും, ഒരു കംപ്ലൈന്റ് ചെയ്യും. ക്ലാസ് കഴിഞ്ഞാൽ 3rd ഫ്ലോറിലേക്ക് അങ്ങനെ ആരും പോകാറില്ല. ഇനി അങ്ങനെ പോയാലും ക്ലാസ് റൂമിനുള്ളിൽ അങ്ങനെ ആരും കയറാറില്ല. കാരണം അതെന്നും പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടാവും. രാവിലെ കുട്ടികൾ വരാൻ സമയമാകുമ്പോഴാണ് പിയൂൺ ആ ക്ലാസ് വന്ന് തുറക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അറിയില്ല. അവരങ്ങനെ അധികം ശ്രദ്ധിക്കാറുമില്ല. കാരണം അവരൊക്കെ മാസത്തിൽ ഒരു തവണയൊക്കെയാണ് കുട്ടികളെ കാണാനായി വരുന്നത്. കൂടുതലും ഫാർമേഴ്സ് ആണ്. അവർക്കൊക്കെ അവിടെ ഒരുപാട് റിസർവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഫീസ് ഒന്നും പേ ചെയ്യണ്ട. സ്കൂള് തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് പാരന്റ്സ് ഒരു കാര്യത്തിലും കംപ്ലൈന്റ് പറയുകയോ ഇടപെടുകയോ ചെയ്യാറില്ല. രാത്രി ചിലപ്പോഴൊക്കെ ഭയങ്കര ഒച്ചത്തിൽ ഓരോ ശബ്ദങ്ങൾ കേൾക്കും. ആരൊക്കെയോ നടക്കുന്നത് പോലുള്ള ശബ്ദവും മറ്റും അവിടെ കേൾക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് ടെറസിൽ പോകാറില്ല. ഹോസ്റ്റലിന്റെ മുറ്റത്ത് പോലും ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങാറില്ലായിരുന്നു. പിന്നീട് വർഷ അവസാനമൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ നിന്നും റിസൈൻ ചെയ്തു. ഇപ്പോ നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ തീരെ വിശ്വാസമില്ലാതിരുന്ന എനിക്ക് ഇത് ഒരിക്കലും മറക്കാനാകാത്ത ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ഈ 2 സംഭവങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം പറയണമെങ്കിൽ മലയാള സംസ്കാരത്തിൽ പ്രേതങ്ങളോടുള്ള ഭയം പലപ്പോഴും അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഭയം എന്നത് മനസ്സിന്റെ ഒരവസ്ഥയാണ്. പ്രേതങ്ങൾ പോലെയുള്ള അദൃശ്യ ആശയങ്ങളെക്കുറിച്ചുള്ള ഭയം മനുഷ്യന്റെ മനോബലത്താൽ മറികടക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.